ഗൈസ്, അപ്പം ഓസ്ട്രേലിയ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂട്ടത്തിൽ സോളമനാണുള്ളത്. സോളമ, ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പം സോളമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് പരിചയക്കാരാണ്. ഞങ്ങളിവിടെ മെൽബണിൽ തന്നെ താമസിക്കുന്നവരാണ്. സോളമൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ്. അപ്പം ലൈസൻസ് എടുത്തു കൊടുക്കുക അല്ലേ, വണ്ടി. ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഒരു കാർ മേടിക്കുക എന്നുള്ളത്. കാറില്ലാതെ ജീവിതം ഇവിടെ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പം നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഡ്രൈവിങ്ങിനെ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ ലൈസൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സോളമ, എങ്ങനെയുണ്ട്? ഇപ്പം എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? ഇപ്പം ഞാനിപ്പം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ട് 5 വർഷം. 5 വർഷത്തോളമായി. ഓക്കെ. എത്ര പേര് ഇപ്പം നമ്മളൊരു 10,000-ന് മേലെ ആൾക്കാർ നമ്മൾ എടുത്തിട്ടുണ്ട്. അടിപൊളി. അതൊരു ഇവിടെ വേറെ മലയാളീസ് ഉണ്ട്, വേറെ നമ്മുടെ ആൾക്കാരുണ്ട്, ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ട്. യെസ്. 1000 പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല. കാരണം നമ്മുടെ മെൽബൺ അല്ലേ, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ മെൽബണിലേക്ക് വരുന്നതുകൊണ്ടാണ്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സോളമൻ ഇപ്പൊ താമസിക്കുന്നത് മെൽബണിന്റെ നോർത്ത് ഏരിയയിലാണ് അല്ലേ? അപ്പൊ ഈ നോർത്ത് ഏരിയയിലാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും? അതോ തുടക്കത്തില് നമ്മള് എല്ലായിടത്തും പോയി, ഞാൻ വന്ന് പാക്കനാമിലൊക്കെ നമ്മൾ ചെയ്ത്, എന്റെ വീടിന്റെ അടുത്ത് മെൽറ്റണ്, ഡിയർ പാർക്ക്, അങ്ങനത്തെ പല എല്ലായിടത്തും പോകുമായിരുന്നു. മറ്റേ കെനിറ്റൻ എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ അങ്ങനെ എല്ലായിടത്തും പോയി ചെയ്യുമായിരുന്നു തുടക്ക സമയത്ത്. അപ്പം നമ്മളെല്ലാവരും അറിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരുപാട് പേര് അറിഞ്ഞൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ തന്നെ വർക്ക് ലോഡും ഉണ്ട്. അപ്പോൾ ഞാൻ ബേസായിട്ട് ബണ്ടൂര, കൂളറുമാണ് ഏറ്റവും അടുത്തുള്ളത്. എൻ്റെ കൂളറു, ബണ്ടൂര, പിന്നെ ബ്രോഡ് മെഡോസ്, സൺഷൈൻ ഒക്കെ, സൺഷൈൻ, സൺബറി ഏരിയയൊക്കെയാണ് ഇപ്പം കൂടുതലായിട്ട്. ഓക്കെ. ഇപ്പോൾ പലർക്കും ഇപ്പോൾ നാട്ടിൽ നിന്ന് ആണല്ലോ ഇപ്പം നിരവധി ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഈ ലൈസൻസ് കിട്ടാനായിട്ട് എങ്ങനെയാണ് നമുക്ക്? ഞങ്ങളൊക്കെ UK എന്നാണ് വന്നത്. അപ്പോൾ UK എന്നൊക്കെ വരുന്നവരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചുമ്മാ കൺവേർട്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ UKയുടെ ലൈസൻസ് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഓസ്ട്രേലിയ ലൈസൻസിങ് തരുമോ? ഒരു ടെസ്റ്റ് ഒന്നുമില്ല. അങ്ങനെയാണോ ഇന്ത്യയുടെ? നമുക്ക് ഇവിടെ 3 ടൈപ്പ് ആൾക്കാരാണ് നമുക്ക് ഡ്രൈവിംഗ് ഇതിനായിട്ട് വരുന്നത്. ഒന്ന്, ഇവിടെ തന്നെ ജനിച്ച് ഒരു 16 വയസ്സാകുമ്പോൾ പിള്ളേരെല്ലാം ഇവിടെ പഠിക്കാനായിട്ട് പോകും. അവരെല്ലാം എക്സൈറ്റഡ് ആണ് പഠിക്കാനായിട്ട്. ഒന്ന് അത് അവർ കൺവേർട്ട് ഇതിലോട്ട് പോകുന്ന രീതിയുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ വന്ന പോലെ, നമ്മളെല്ലാം വന്ന പോലെ UK, അങ്ങനത്തെ അയർലൻഡ് അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വന്നവർ, പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന്, പിന്നെ വേറെ ഏഷ്യൻ കൺട്രീസ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വരുന്നവരാണ്. അപ്പം ഇവിടെ ഉള്ളവർക്ക് നമുക്ക് സ്റ്റേജ് ഉണ്ട്. 16 ഇയർ ആകുമ്പോൾ ലേണേഴ്സ് പെർമിറ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 120 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. 21 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ 120 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ ടെസ്റ്റ് 18 വയസ്സാകുമ്പോൾ ടെസ്റ്റിന് പോയി. എൻ്റെ മോൾക്ക് കഴിഞ്ഞ ആഴ്ച ലൈസൻസ് കിട്ടിയല്ലേ പോകുന്നു. പിന്നെ ഉള്ളത് UK, അങ്ങനെയുള്ള അയർലൻഡൊക്കെ വരുന്നത്. അവർക്ക് ഇവിടുത്തെ രീതിയിലാണ് അവിടുത്തെയും ഡ്രൈവിംഗ് എല്ലാം, റൂൾസും കാര്യങ്ങളും എല്ലാം ഏകദേശം സിമിലറാണ്. പിന്നെ ചില റോഡ് കണ്ടീഷൻസ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ വേറെ ഇവിടെ ടെസ്റ്റിനൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യ, അങ്ങനെ ഏഷ്യൻ കൺട്രീസിൽ വരുന്നവരെല്ലാവരും നോർമലായിട്ട് ഇവിടുത്തെ ടെസ്റ്റ് പ്രൊസീജിയർ കടന്നു പോകണം. പക്ഷേ എന്നാൽ അവിടുത്തെ ലൈസൻസ് ഉള്ളവർക്ക് 6 മാസം വന്നു കഴിയുമ്പോൾ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇന്ത്യൻ ലൈസൻസ് വെച്ച് 6 മാസത്തോളം ഇവിടെ ഓടിക്കാൻ പറ്റും. അത് അലൗഡാണ്. പിന്നെ അതിനുള്ളിൽ അവർ ഇതിൻ്റെ ടെസ്റ്റ് പാസ്സാവണം, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവണം. ഓക്കെ. അതൊരു എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ഡ്രൈവിംഗ്? ഈ UK ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഫെയിലായി. ഞാൻ 18 വയസ്സ് മുതൽ കാർ ഓടിക്കുന്നതായിരുന്നു. ഇന്ത്യയിൽ നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നു. പക്ഷേ UK ഞാൻ ഒരു പ്രാവശ്യം ഫെയിലായിട്ടാണ് സെക്കൻഡ് ടൈമിൽ എനിക്ക് കിട്ടിയത്. ഭയങ്കര ടഫാണ് UK. അതുപോലെ തന്നെയാണോ ഇവിടെ? തീർച്ചയായിട്ടും. ഞാനും UK 2ാമത്തെ പാസ്സാണ്. 15 വർഷത്തോളം നാട്ടിൽ ഓടിച്ചുകൊണ്ട് ശരിക്കും വണ്ടിയായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നതാണ് പോലെ. പക്ഷേ നമ്മൾ 2ാമതാണ് പാസ്സായത്. അവിടുത്തെ പോലെ തന്നെ സ്ട്രിക്റ്റ് ആണ് ഇവിടെ. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉള്ളത്, ഇവിടെ കൂടുതൽ ഓട്ടോമാറ്റിക്കാണ്, അവിടെ മാനുവലാണ്. അപ്പോൾ നമ്മുടെ മാനുവലിലുള്ളതും കൂടെ നമ്മൾ ശരിക്കും ചെയ്തില്ല, കയറ്റത്തേക്ക് കൊണ്ട് നിർത്തുന്നു, അതൊക്കെ വരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടുത്തെ റോഡ് കണ്ടീഷൻ, നമ്മളങ്ങ് ചെല്ലുമ്പോൾ പുതിയതാണല്ലോ, അപ്പം അതിൻ്റേതായിട്ടുള്ള
ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പക്ഷേ ഇവിടെ വരുമ്പോൾ ടെസ്റ്റ് രണ്ടും ഈ ഇതാണ് ആണ്. വണ്ടിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഓക്കെ, കുറച്ചും കൂടി ഈസി ആണെന്നുള്ളൂ. ആ, ആ. പക്ഷെ ബാക്കി എല്ലാ റൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഇവരോട് ചെയ്യുന്നത്. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര നാളെടുക്കും? ഇപ്പോൾ ഓരോരുത്തരുടെ സ്കില്ലനുസരിച്ചാണ്. അതിനകത്ത് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ സോളമന് ഇതുപോലെ ഈ ലൈസൻസ് എടുക്കുന്നവരോട് ഒരു അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഒന്ന് എനിക്ക് ഏറ്റവും അഡ്വൈസ് എന്നുള്ളത് നാട്ടിൽ നിന്ന് വരുന്നവരോടാണ്. ഓക്കെ. അപ്പം നാട്ടിൽ നിന്ന് വന്ന് നമുക്ക് 6 മാസം ലീഗലി ഓടിക്കാൻ അലൗഡ് ആണെങ്കിലും നിങ്ങൾ ഒന്നെങ്കിൽ ഇവിടുത്തെ ഫുൾ ലൈസൻസ് ഉള്ള ആരുടെയെങ്കിലും കൂടെ കുറേ നാൾ ഓടിച്ചിട്ട് ഓടിക്കാൻ പോവുക, അല്ലെങ്കിൽ നിങ്ങളൊരു കുറച്ച് ആരുടെയെങ്കിലും ഒരു ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോയി പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഓടിക്കാൻ തുടങ്ങുന്നതാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഇവിടെ നാട്ടിലെ ഒരു രീതിയില്ല, ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ഒത്തിരി കോസ്റ്റ്ലി ആയി മാറും. നമുക്ക് വണ്ടി ഓടിക്കാമെങ്കിലും ഫൈൻ അടിക്കുകയും ആക്സിഡൻറ്റ് സംഭവിക്കുകയും മറ്റുള്ളവരെ വെറുപ്പിക്കുകയൊക്കെ ചെയ്യാം. കാരണം നമ്മുടെ നാട്ടിലെ രീതിയല്ല ഇവിടെ ഓൺ അടിക്കത്തില്ല. ഇവിടെ ഒരുപാട് റൂൾസുകളുണ്ട്. ട്രാഫിക് ലൈറ്റുകൾ, റൗണ്ട് അബൌട്ടുകൾ, സ്റ്റോപ്പ് സൈന്, അങ്ങനെ ഒരു റോഡിൻ്റെ മാർക്കിങ്സിൽ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഫെമിലിയർ അല്ലാതെ നമ്മളങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഉള്ളവർ ആ റൂൾസ് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് നാട്ടിലേക്കാളും മറ്റുള്ള വേറൊരാൾ റൂൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. കാരണം നാട്ടിലെല്ലാവരും ആരും റൂൾസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യും അവിടെ ഇവിടെ നിന്നല്ല വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാ റൂൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് വേറെ ഒന്നും നോക്കിയല്ല, അവരങ്ങനെ ഫോളോ ചെയ്ത് പോവുള്ളൂ. അപ്പം നമ്മൾ അന്നേരം വേറെ രീതിയിൽ ഓടിച്ചങ്ങ് ചെല്ലുമ്പോൾ അത് ആക്സിഡൻ്റായി മാറും. അതാണ് എനിക്ക് ഫസ്റ്റ് നാട്ടിൽ വരുന്നവരോടാണ്. മറ്റുള്ള ഇവിടുത്തെ പിള്ളേർ 16 വയസ്സാകും വരുന്നവരെല്ലാം 120 മണിക്കൂർ കുറച്ച് അവർ ഇൻസ്ട്രക്ടറുടെ കൂടെയൊക്കെ പോയി ഇവിടുത്തെ ബേസിക് ഒരു 3-4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ പോയിട്ട് പിന്നെ പേരൻസിൻ്റെ കൂടെ 120 മണിക്കൂർ ഓടിച്ചിട്ട് ചെല്ലുമ്പോൾ അവർ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് ഇവിടുത്തെ അവരിവിടുത്തെ പിള്ളേരായതുകൊണ്ട് ചെറുപ്പം മുതലേ അവർ കണ്ട വളരുന്നേ. അപ്പോൾ അവർക്ക് ഇന്ന തന്നെ അറിയാം, ഒരു ഐഡിയ ഉണ്ട്. പ്ലസ് ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങ് ചെല്ലുമ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർ നമ്മുടെ അടുത്ത് ടെസ്റ്റിന് വരുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി റിലാക്സ്ഡ് ആണ്. കാരണം അവർ പക്ഷെ നാട്ടിൽ നിന്ന് വരുന്നവർ നമുക്ക് ഭയങ്കര പാടാണ് അവരൊന്ന് മാറ്റിയെടുക്കാനായിട്ടും. അവർ നല്ല റഷ് ചെയ്തും അങ്ങോട്ട് വീശിയെടുത്തും ഇതൊക്കെ പോകുമ്പോൾ നമ്മളവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇവിടുത്തെ ആ സേഫ് രീതിയിൽ ഓടിക്കണം. ഇവിടെ നമുക്ക് വണ്ടി ഓടിക്കാനല്ല അവർ പഠിപ്പിക്കുന്നത്, സേഫായിട്ട് ഓടിക്കാനായിട്ട്. നമ്മളെ സേഫാക്കി മറ്റുള്ളവരെ സേഫ്. അപ്പം അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അവിടെ നമ്മൾ വണ്ടി വീശി എടുത്ത് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുന്നു എന്നുള്ളതല്ല അവർ നോക്കുന്നത്. അപ്പം അത് നമ്മൾ പഠിക്കണം, സേഫായിട്ട് എങ്ങനെയാണ് ഓടിക്കണമെന്ന് നമ്മളിവിടെ പഠിക്കണം. ഇപ്പോൾ എൻ്റെ മോളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ ആദ്യമേ ഒരു 5 ഫസ്റ്റ് ഈ 120 തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ 16 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് വണ്ടി ഓടിപ്പിക്കാൻ ഒരു ലൈസൻസ്, അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, ലേണേഴ്സ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പേരൻസിൻ്റെ കൂട്ടത്തിൽ 16 വയസ്സ് മുതൽ ഇതുപോലെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമേ ഒരു 5 ക്ലാസ് ഇൻസ്ട്രക്ടറുടെ കൂട്ടത്തിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂട്ടത്തിലായിരുന്നു 120 മണിക്കൂർ. പിന്നെ ടെസ്റ്റ് ആയപ്പോഴും ഒരു 4-5 ക്ലാസ്സിന് പോയി. അതാണ് ഒരു 90% ആൾക്കാർ ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ തുടക്കത്തിലെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ അവർ ആ ബാഡ് ഹാബിറ്റ്സുമായിട്ട് പോകും. എന്നാൽ ഒരു ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അവരിന്നതാണ് പ്രോപ്പർ എന്നുള്ളത് പഠിപ്പിച്ചു കഴിയുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഓടിക്കാൻ തുടങ്ങും. നമ്മളും പല കാര്യങ്ങളും പ്രത്യേകിച്ച് മിറർ ചെക്ക് ചെയ്യുന്നു, ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് നോക്കിയല്ല. പക്ഷെ സേഫായിട്ട് ഓടിക്കണമെങ്കിൽ അതെല്ലാം ഉണ്ടാവണം. ആ പിള്ളേർ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ചെല്ലുമ്പോൾ അവരെല്ലാം ആ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാൾ പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 6 മാസം ഓടിക്കാം. പക്ഷേ ഒരു ഇൻസ്ട്രക്ടർ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ഫുൾ ലൈസൻസ് ഉള്ളവരോട് വന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ നമ്മളിപ്പം വിക്ടോറിയ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലാണുള്ളത്. അപ്പം ഇവിടെ എല്ലാ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പല സ്റ്റേറ്റിലും പല റൂൾസ് ഉള്ളതുപോലെ തന്നെ ഇവിടെയും അത് ഉണ്ട്. അത് ചിലടത്ത് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ആദ്യം വിക് റോഡ് എന്നാണ് വിക്ടോറിയയിലുള്ള ഇതിൻ്റെ ലൈസൻസിങ് ഏജൻസിയുടെ പേര്, വിക് റോഡ്. അപ്പം അവിടെ നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്
അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഓവർസീസ് ലൈസൻസ് വെരിഫിക്കേഷൻ എന്നുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. ഫോണിൽ കൂടെ വിളിച്ച് അവരെ ബുക്ക് ചെയ്താൽ മതി. അത് ഡേറ്റ് കുറച്ച് സമയം എടുക്കും, അതൊക്കെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സെൻറ്ററിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ചെയ്യുക. ആ മീൻ ടൈമിൽ അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മുടെ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ലേണേഴ്സ് ടെസ്റ്റ് ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. അപ്പം അതൊരു 30 ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 27 എണ്ണം നമ്മൾ പാസ്സായാലുള്ളൂ, അത് പാസ്സാവുള്ളൂ. അപ്പോൾ അതിന് മുന്നേ കുറേ മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഗോ ത്രൂ ചെയ്യുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അത് ഗോ ത്രൂ ചെയ്യുവാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് തന്നെ പഠിക്കും. എന്നിട്ട് ആ ടെസ്റ്റ് പാസ്സാകുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുണ്ട്. അത് ഓൺലൈനിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ടെസ്റ്റ് സെൻറ്ററിലൊന്നും പോകണ്ട. പണ്ടൊക്കെ നമുക്ക് ടെസ്റ്റ് സെൻറ്ററിൽ പോകണം. ഇപ്പോൾ അതെല്ലാം മിക്കതും തന്നെ ഫ്രീ ആണ്. അപ്പോൾ അതും പാസ്സായതിന് ശേഷമാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് ടെസ്റ്റിന് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രൊസീജിയർ. ഹസാർഡ് ടെസ്റ്റിന് തൊട്ട് മുന്നേ പാസ്സായാൽ മതി. പക്ഷെ അത് നേരെ ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മളത് പാസ്സായി വെച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണ്. ഈ 2 വീലർ ലൈസൻസിനെ പറ്റി അത് 2 വീലറിന്റെ സെപ്പറേറ്റ് ഏജൻസിയാണ്, വിക്രോഡ് അല്ല. അത് വേറെ പ്രൈവറ്റ് ഏജൻസികളാണ്. അവരുടെ അടുത്ത് പോയി നമ്മൾ പാസ്സായിട്ട് ഈ വിക്രോഡിൽ കൊണ്ടത് അതിന്റെ ഇത് കൊണ്ട് കൊടുത്ത് അവരിതിൻ്റെ കൂടെ ചേർക്കുന്നേ ഉള്ളൂ. വിക്രോഡ് അല്ല അത് ചെയ്യുന്നത്. ഞാനൊക്കെ ബൈക്ക് ലൈസൻസ് എടുത്തപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയിലേക്ക് നമ്മളെ വിടുവാണ്. എന്നിട്ട് പിന്നെ അവരാണ് അതിന് 2 ദിവസത്തെ ക്ലാസ്സിന് പോകണം. പ്രാക്ടിക്കലുണ്ട്, തിയറി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ 2 വീലറിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ ലൈസൻസ്. 2 വീലർ കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നുന്നു. 2 ദിവസത്തെ ട്രെയിനിങ് അത്രേ ഉള്ളൂ. കാറിൻ്റെ അത്ര. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഇപ്പം മോൾക്ക് ഇപ്പം ആദ്യമേ ഈ പറഞ്ഞ 120 മണിക്കൂർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ 120 മണിക്കൂർ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമേ എൽ പ്ലേറ്റ് ആണ് അല്ലേ? 120 മണിക്കൂർ എൽ പ്ലേറ്റ് മുമ്പിലും പുറകിലും ഒട്ടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് ലൈസൻസ് 18 വയസ്സാകുമ്പോഴേ ഉള്ളൂ ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് റെഡ് പി എ, പിന്നെ 3 വർഷം ഗ്രീൻ പി എ. 3 വർഷം ഗ്രീൻ പി എ അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഫുൾ ലൈസൻസ് ആവത്തുള്ളൂ. അതാണ് അത് നാട്ടിലെ പോലെ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡ്രൈവിംഗ് ഈസി അല്ല. നമ്മൾ വിചാരിക്കും വളരെ ഈസിയാണ്. ഇത്രയും ഒരുപാട് കടമ്പകൾ ചെയ്ത് ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് പഠിക്കുക. അപ്പം 120 മണിക്കൂറോളം ആദ്യം തന്നെ അവർ പഠിക്കുന്നു, ഓടിക്കുന്നു 120 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് 1 വർഷം റെഡ് പി വെച്ച് ഓടിക്കുന്നു. നമ്മൾ പഠിക്കുവാണ്, തുടക്കക്കാരാണ്, അതുകൊണ്ട് മറ്റുള്ളവർ കെയർഫുൾ ആണ് മനസ്സിലാക്കാൻ അത് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 3 വർഷം ഗ്രീൻ പി എ. അപ്പോൾ അങ്ങനെ ഒരു 5 വർഷത്തോളം ഇവർ ഡ്രൈവിങ്, അത് ആ സമയത്തുള്ള ഒരു 10-200 മണിക്കൂർ ഡെഫിനറ്റ് ആയിട്ട് അവരൊക്കെ ഓടിച്ച് കഴിയുമ്പോഴാണ് ഫുൾ ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ അത്രയും കെയർഫുൾ ആവേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഈസി അല്ല. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ചെറുതായ പിന്നെ നാട്ടിലെ വലിയ തിരക്കില്ല. നമ്മുടെ കൺട്രി സൈഡിലൊക്കെയാണ് ഒന്നുമില്ല, നമുക്ക് ചുമ്മാ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോയാൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് റൂൾസ് ഇത് ചെയ്യണം. അപ്പം അത്രയും ഇത് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട് ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ. ഇതിനിടയ്ക്ക് പി വെച്ച് ഓടിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ സ്പീഡ് കൂടി ഇത് പോയി കഴിഞ്ഞാൽ ലൈസൻസ് സസ്പെൻഷൻ ആവും. അപ്പോൾ അവർ അത്രയും കെയർഫുൾ ആയിട്ട് അവർ ഓടിക്കണം. ഇന്നലെ രാവിലെ എന്നെ ഞാൻ പഠിച്ചു സ്റ്റുഡൻറ്റ് ഫാദർ വിളിച്ചു. അവന് എത്ര പോയിന്റ് വരെ പോകാം 1 വർഷത്തിനുള്ളിൽ. ഓൾറെഡി നല്ല സ്പീഡിൽ ഓടിച്ചിട്ട് ലൈസൻസ് സസ്പെൻഡായി. അവർ വിചാരിച്ചോണ്ടിരുന്ന 12 പോയിന്റ് വരെ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചോണ്ടിരുന്നത്. അവർ 5 പോയിന്റേ പറ്റുള്ളൂ നമുക്ക്. 5 പോയിന്റേ ഉള്ളൂ 1 വർഷത്തിൽ. നമുക്ക് അടുപ്പിച്ച് 1 വർഷത്തിൽ 5 പോയിന്റേ പറ്റുള്ളൂ. ശരി. അപ്പം 12 പോയിന്റ് വരെ ആകാം നോർമലായിട്ട്. പക്ഷെ 1 വർഷത്തിൽ അടുപ്പിച്ച് 5 പോയിന്റ് കൂടുതൽ പോകാം ഈ പ്ലേറ്റുകാർക്ക്. പി പ്ലേറ്റുകാർ റെഡ് പി ആയാലും ഗ്രീൻ പി ആയാലും. എനിക്ക് ഇപ്പൊ ഇന്ന് തൊട്ട് അടുത്ത 1 വർഷത്തേക്ക് 5 പോയിന്റ് പറ്റുള്ളൂ. ശരി. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ലൈസൻസ് സസ്പെൻഷനാണ്. സാധാരണ ഉള്ളവർക്ക് 12 പോയിന്റ് വരെ, 3 വർഷത്തിൽ 12 പോയിന്റ്, 3 വർഷത്തിൽ 12 പോയിന്റ് വരെ ആകാം. പക്ഷെ ഇവർക്ക് കാരണം പിള്ളേര് തുടക്കക്കാരാണ്, അവർ ആ ഏജ് ആണ്, ചീറിപ്പാഞ്ഞു പോയി ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 18 കഴിഞ്ഞ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആൾക്കാരെ ഇരുത്തുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. യെസ്, അവർക്ക് അവരുടെ സെയിം ഗ്രൂപ്പിലുള്ള ഫാമിലി ഉള്ളവരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരുടെ പിയർ
ഫ്രണ്ട്സിനെ ഒത്തിരി പേരെ കൊണ്ടുപോകാൻ പറ്റിയല്ല. ഒരാളെ പറ്റുമോ ഒരാള്, അതായത് ഈ 18 മുതൽ 21 വയസ്സിന് ഇടയിലുള്ള ഫ്രണ്ട്സ് ആയിട്ട് ഒരാളെ ഉള്ളൂ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫുൾ അഡൽട്ട് ഉണ്ടായിരിക്കണം. അഡൽട്ട് ഉണ്ടായിരിക്കണം അല്ലേ? ലൈസൻസ്. കാരണം ഈ ഇവര് അത് വന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഈ ആക്സിഡൻസ് വരുന്നതുകൊണ്ടാണ്. 21 വയസ്സൊക്കെ മുമ്പ് ഈ 18 കഴിയുമ്പോഴേ ഈ പിള്ളേർക്ക് ഭയങ്കര ആവേശമാണ്. ഇവര് കൊണ്ടുപോയി അപ്പൊ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇവിടെ ഇങ്ങനെ ആക്സിഡൻസ് വർദ്ധിച്ചു കഴിഞ്ഞപ്പോ വന്ന ഒരു നിയമമാണ്. അതിനുള്ളിൽ അവർ സെയിം ഗ്രൂപ്പ് ആകുമ്പം ഒരുപാട് അവരുടെ കോൺസെൻട്രേഷൻ പോകും. കാരണം ഒരു ഫണ്ണായിരിക്കും, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇത് പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഫോണെ ടച്ച് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവ. പണ്ട് PR കിട്ടുന്നിടം വരെ നമുക്ക് ഓടിക്കാമായിരുന്നു. ലൈസൻസിന് ഇല്ലേലും നാട്ടിൽ ലൈസൻസ് ഓടിക്കായിരുന്നു. പക്ഷെ അത് 6 മാസമാക്കി ചുരുക്കി. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ അതും താമസിയാതെ എടുത്തു കളയും. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് വന്ന് കെയർലെസ് ആയിട്ട് ഓടിക്കുന്നു. ഇവിടുത്തുകാർക്ക് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് പതുക്കെ അതൊക്കെ പാർലമെന്റിൽ തിങ്ക് ചെയ്യുന്നുണ്ട്. അല്ലെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കെയർഫുൾ ആയിട്ട് ഓടിക്കണം. നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ കൂടെ കുറച്ച് നാളൊന്ന് ഓടിച്ചിട്ടേ നമ്മൾ ഓടിക്കാനായിട്ട് പോകാവുള്ളൂ. നാട്ടിൽ അതേ രീതിയിൽ നമ്മളിവിടെ വന്ന് ഓടിക്കാതിരിക്കുക. അപ്പം അല്ലെങ്കിൽ നമുക്ക് തന്നെയാ ബുദ്ധിമുട്ട്. നാളെ വരുന്നവർക്കാണ്. അതാണ് ഇനിയും കയറി വരാനുള്ളവർക്കാണ്. ഇപ്പൊ തന്നെ പല രാജ്യം, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും അവരെ ഓടിക്കാൻ സമ്മതിക്കത്തില്ല. ലൈസൻസ് എടുത്തതിന് ശേഷമേ സമ്മതിക്കുകയുള്ളൂ. ഇപ്പൊ നേരെ വരുമ്പോഴേ കയറി ഇപ്പൊ എന്റെ അനിയൻ കാനഡയിൽ ചെന്നിട്ട് അവൻ ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു ലൈസൻസ് വെച്ച്. അവനവിടെ അവിടുത്തെ ടെസ്റ്റ് പാസ്സായതിനു ശേഷം ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയ പോലുള്ള കൺട്രികൾ അത് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ മിസ്യൂസ് ചെയ്യാതെ പ്രോപ്പറായിട്ട് ഓടിച്ച് ചെയ്താൽ ഇനി വരുന്നവർക്കായാലും അങ്ങനെ ചെയ്യാം. അല്ലെ നിങ്ങൾ എപ്പോഴും യൂബർ പിടിച്ച് പിന്നെ പോകേണ്ടി വരില്ലേ. സോളമൻ, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ഈ ടെസ്റ്റ് രീതികളൊക്കെ എങ്ങനെയാ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ?